അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിൻ്റെ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്നതാകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ജുമുഅ നിസ്കാരത്തിൻ്റെയും ഫദ്ലുകളാണ്, അതിൻ്റെ ശ്രേഷ്ഠതകളാണ് പറയുന്നത്. പൂർണ്ണമായും ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അതിലുള്ള തർജീഹാത്തുകളോ ചർച്ച ചെയ്യാതെ ഹദീസുകൾ വന്ന കാര്യങ്ങൾ അതേപോലെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ. രണ്ടാമത്തത്, ജുമുഅ നിസ്കാരത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ. ഒന്നാമത്തത്, ഭൂമിയിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അപ്പോൾ ഖുർആനിൽ അത് അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മാറി മാറി വരുന്ന പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം. ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് അയച്ചതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ. ആ സ്വർഗ്ഗത്തിൽ നിന്നും ആദം നബി അലൈഹിസ്സലാം പുറത്താക്കപ്പെടുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിലുണ്ട്, വലാ തഖൂമു സ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തലഅത്തി ശംസു വലാ ഗറബത് അലാ യൗമിൻ ഖൈറിൻ മിൻ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ ഖൈറായ ഒരു ദിവസത്തിൽ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഹദാനല്ലാഹു ലഹു വ അദല്ലന്നാസ അൻഹു. ആ വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനിക്കുന്നതിലേക്ക് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി. ജനങ്ങളെ ആ വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനിക്കുന്നതിൽ നിന്നും അള്ളാഹു ദലാലത്തിലാക്കി വഴിതിരിച്ചു കളയണം. ഉദ്ദേശം, മുൻകാല ശേഷം വരുന്നുണ്ട് ആ ഹദീസ് വിശാലമായിട്ട്. മുൻകാല സമുദായക്കാർക്ക്, അഹ്ലു കിതാബിന്, ഓരോ സമുദായക്കാർക്കും ആഴ്ചയിൽ ബഹുമാനിക്കപ്പെടാൻ തഅലീമിന് വേണ്ടിയിട്ടൊരു ദിവസം അള്ളാഹു നിശ്ചയിച്ച് നൽകി. അതവർക്ക് തിരഞ്ഞെടുക്കാൻ അനുവാദം കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നോണം മുൻകാല സമുദായക്കാരെ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും അള്ളാഹു നീക്കി. അവർ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും തിരഞ്ഞെടുത്തു. ഈ ഉമ്മത്ത് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ തിരഞ്ഞെടുത്തു. അതാണ് ഹദാൻ അല്ലാഹു എന്ന് പറഞ്ഞത്. വെള്ളിയാഴ്ചത്തെ ദിവസത്തെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഹിദായത്ത് നൽകി. ഫന്നാസു ലനാ ഫീഹി തബഉ. ആ അന്നാസ് യഹൂദികളും നസ്രാണികളും, അവർ ഈ തഅലീമിന്റെ വിഷയത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം തഅലീമിന് വേണ്ടിയുള്ള ഒരു ദിവസമാണ്, നമ്മൾ ബഹുമാനിക്കാനും പ്രത്യേകമായി കാണാനുമുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്തിനെ പിൻപറ്റുന്നവരാണ് അന്നാസ്, യഹൂദികളും നസ്രാണികളും. കാരണം വെള്ളിയാഴ്ച ദിവസം നമുക്കുള്ളതാണ് തഅലീമിന് വേണ്ടിയിട്ട്.
വലിൽ യഹൂദി യൗമുസ് സബ്ത്, ശനിയാഴ്ച ദിവസം യഹൂദികൾക്കുള്ളതാണ്. വലിൽ നസാറ യൗമുൽ അഹദ്, ഞായറാഴ്ച ദിവസം നസ്രാനികൾ ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ പ്രത്യേകമായി കാണാൻ, തഅദീമായി കാണാൻ ഒരു ദിവസം എല്ലാ ഉമ്മത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് അള്ളാഹു നിശ്ചയിച്ചത് വെള്ളിയാഴ്ച, മറ്റെല്ലാ ദിവസവും തുല്യമാണ്. വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് പ്രത്യേകത. യഹൂദികൾക്കോ അള്ളാഹു നിശ്ചയിച്ചത് ശനിയാഴ്ചയാണ്. നസ്രാനികൾക്ക് അള്ളാഹു നിശ്ചയിച്ചത് ഞായറാഴ്ചയാണ്. വലിയ ഖേദകരെന്ന് പറയട്ടെ, ആ ഞായറാഴ്ചക്കാണ് നമ്മൾ പ്രത്യേകത കാണുന്നത്. നമുക്ക് മറ്റെല്ലാ ദിവസവും ഒരേപോലെയാണ്, വെള്ളിയാണെങ്കിലും എല്ലാം ഒരേപോലെ. ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകത, അതെന്താണ്? നസ്രാനികളെ പിൻപറ്റുന്ന വലിയ കേടാണ്, തിരുത്തണം. ആഴ്ചയിൽ നമുക്ക് പ്രത്യേകമായി കാണാൻ ഒരു ദിവസം അള്ളാഹു ഉമ്മത്തിന് നിശ്ചയിച്ചത് വെള്ളിയാഴ്ച ദിവസം മാത്രം, മറ്റെല്ലാ ദിവസവും നമുക്ക് തുല്യമായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന ഫീഹി ലസാഅതൻ ലാ യുവാഫിഖുഹാ മുഅ്മിനുൻ യുസല്ലി യസ്അലുല്ലാഹ അസ്സ വജല്ല ഷൈഅൻ ഇല്ലാ അഅതാഹു. ആ ഭാഗം പ്രത്യേകം വിശദീകരിക്കാം, പിന്നീട് വരും. ആ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. സമയത്തിൽ ഒരാൾ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ, ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. അത് വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകതയാണ്. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തത്ലുഉ അശ്-ശംസു വലാ തഗ്റുബു അലാ യൗമിൻ അഫ്ളല മിൻ യൗമിൽ ജുമുഅ. മുമ്പത്തെ ഹദീസിൽ ഖൈർ എന്ന വാക്കാണ് വന്നത്, ഇതിൽ അഫ്ളൽ. ജുമുഅ ദിവസത്തേക്കാൾ, വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ അഫ്ളലായ, ശ്രേഷ്ഠമായ ഒരു ദിവസത്തിൽ സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നില്ല. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ തഫ്സഉ യൗമൽ ജുമുഅ. എല്ലാ ജീവജാലങ്ങളും, ഭൂമിയിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസം പേടിക്കുന്നു. ഇല്ലാ ഹാദൈനി തഖലൈൻ അൽ ഇൻസി വൽ ജിൻ, മനുഷ്യവർഗവും ജിന്ന് വർഗവും ഒഴിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസത്തെ വളരെ പേടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസമാണ്. അടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ആഖിറൂൻ, നമ്മളാണ് അവസാനത്തെ ഉമ്മത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഉമ്മത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളാണ് അവസാനത്തെ ഉമ്മത്ത്. വനഹ്നു സാബിഖൂന യൗമൽ ഖിയാമ, പക്ഷെ ഖിയാമത്ത് നാളിൽ എല്ലാവരേക്കാളും മുൻപന്തിയിലായിരിക്കും നമ്മൾ എല്ലാ വിഷയത്തിലും. അതായത് ഖബർ പൊട്ടി പുറത്തേക്ക് മഹ്ശറിലേക്ക് വരുന്നത് വരെ ആരായിരിക്കും ആദ്യം? നമ്മൾ ഉമ്മത്തായിരിക്കും. ദുനിയാവിലോ ഏറ്റവും അവസാനത്തെ ഉമ്മത്തും ആഖിറ മുതൽ ഏറ്റവും ആദ്യത്തെ ഉമ്മത്താണ് നമ്മളേത്. ബൈദ അന്ന കുല്ല ഉമ്മത്തിൻ ഊതിയത്തിൽ കിതാബ മിൻ ഖബ്ലിന, പക്ഷേ നമുക്ക് ഖുർആൻ നൽകപ്പെടുന്നതിന്റെ മുമ്പ് മുൻകാല സമുദായക്കാർക്ക് അല്ലാഹു അവരുടെ കിതാബുകൾ നൽകിയിട്ടുണ്ട്. വഊതീനാഹു മിൻ ബഅദിഹി, അവർക്കൊക്കെ ശേഷം അവസാനമായിട്ടാണ് നമുക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ثم هذا اليوم الذي كتبه الله علينا, പിന്നെ അല്ലാഹു നമുക്ക് നൽകിയത് ഈ ഒരു ദിവസത്തെ, വെള്ളിയാഴ്ച ദിവസത്തെയാണ്. ആ ഒരു ദിവസത്തെ മുൻകാല സമുദായക്കാർക്ക് ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല. അത് ഉമ്മത്തിന്റെ ഫضലാണ്. വെള്ളിയാഴ്ച ദിവസത്തെ അല്ലാഹു മുൻകാല സമുദായക്കാർ, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ആഴ്ചയിൽ ഒരു ദിവസം തഅലീമിന്റെ ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തെ യൗമുൽ ജുമുഅയെ അല്ലാഹു ഒരു സമുദായത്തിന് നൽകിയിട്ടില്ല. അത് റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് അല്ലാഹു മാറ്റിവെച്ചു. അപ്പം ആ ഒരു ദിവസത്തിന് ആ ഒരു പ്രത്യേകത കാണൽ നിർബന്ധം. സാധാരണ ദിവസം പോലെ വെള്ളിയാഴ്ച കാണാൻ പാടില്ല. അടുത്തത്, വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഈദിന്റെ ദിവസമാണ്, പെരുന്നാൾ ദിവസമാണ്. ഇമാം സുഹരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഹദ്ദസനി അബൂ ഉബൈദ് മൗല ഇബ്നു അസ്ഹർ. അബൂ ഉബൈദ് പറയാൻ,
അന്നഹു ഷഹിദൽ ഈദ യൗമൽ അദ്ഹ മഅ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ഈദുൽ അദ്ഹ ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്ന് ഫസല്ല ഖബ്ലൽ ഖുത്ബത്തി സുമ്മ ഖതബൻ നാസ. പെരുന്നാൾ നിസ്കാരം സാധാരണ ആദ്യം നിസ്കാരവും പിന്നെ ജുമുഅയാണ് പിന്നെ ഖുത്ബയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് നഹാകും അൻ സിയാമി ഹാദൈനിൽ ഈദൈൻ. ഈ രണ്ട് പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അമ്മ അഹദുഹുമ ഫയൗമു ഫിത്രികും മിൻ സിയാമികും. അതിലൊന്ന് നിങ്ങൾ ആ നോമ്പ് റമദാന്റെ നോമ്പ് പൂർത്തീകരിച്ച് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്ന ദിവസമാണ് ഈദുൽ ഫിത്റിന്റെ ദിവസം. വ അമ്മൽ ആഖറു ഫയൗമുൻ തഅകുലൂന മിൻ നുസൂകികും. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ബലികർമ്മം നടത്തിയ ഉദ്ഹിയത്തിന്റെ മാംസം കഴിക്കേണ്ട ദിവസമാണ് ഈദുൽ അദ്ഹ. ഇത് പറഞ്ഞ അബൂ ഉബൈദ് പറയാണ്, സുമ്മ ഷഹിദ്തുൽ ഈദ മഅ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു പെരുന്നാൾ ദിവസം ഞാൻ ആ സദസ്സിൽ പങ്കെടുത്തു. പെരുന്നാളിന്റെ ഖുത്ബയിൽ ഞാൻ പങ്കെടുത്തു. ഫകാന ദാലിക യൗമൽ ജുമുഅ. അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആദ്യം നിസ്കരിച്ചു, പിന്നെ ഖുത്ബ നിർവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഇന്ന് മുസ്ലിമീങ്ങളെ രണ്ട് പെരുന്നാൾ ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണിന്ന്. ഫമൻ അഹബ്ബ അൻ യന്തദിറൽ ജുമുഅത മിൻ അഹ്ലിൽ അവാലി ഫല്യന്തദിർ വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതു ലഹു. ഇന്ന് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ്. ഒന്ന് ഈദ്, രണ്ടാമത്തത് യൗമുൽ ജുമുഅ. ഇത് മുഅ്മിനീങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ്. ആരെങ്കിലും അന്നേ ദിവസം പെരുന്നാൾ നിസ്കരിച്ചാൽ പിന്നെ ജുമുഅക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പള്ളിയിൽ കാത്തിരിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് മടങ്ങാൻ. ജുമുഅ നിർബന്ധമില്ല എന്ന് ഈ ഹദീസിന് കിട്ടും. വെള്ളിയാഴ്ച ദിവസവും പെരുന്നാളാവുകയാണെങ്കിൽ ഒരാൾ ഇമാം ജമാഅത്തായിട്ട് പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്താൽ അദ്ദേഹത്തിന് ജുമുഅ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല, ദുഹൂർ നിസ്കരിച്ചാൽ മതി. പക്ഷെ ഇമാമിന് ജുമുഅ നിർവഹിക്കൽ നിർബന്ധമാണ്. അടുത്തൊരു ഹദീസ്, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം നൽകൽ ഉറപ്പാണ്. ദുആക്ക് ഉത്തരം എന്തായാലും കിട്ടും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസിനൊക്കെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, സാധാരണ രീതിയിൽ അള്ളാഹു ഒരു അടിമയുടെ ദുആ സ്വീകരിക്കുന്നത് മൂന്നാലൊരു നിബന്ധനയിലൂടെയാണ്. മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ഇഹ്ദാ സലാസ്. ഒരു മുസ്ലിമായ ഒരു അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ ദുആയില് കുടുംബബന്ധം വിച്ഛേദിക്കുന്ന, കുടുംബബന്ധത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു പാപകരമായ നിഷിദ്ധമായ ഒരു കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ദുആ അള്ളാഹു മൂന്നാലൊരു കാര്യം ആ ദുആക്ക് അള്ളാഹു നൽകും, ഉറപ്പാണ്. അള്ളാഹു എന്താ നമ്മുടെ ദുആ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ മൂന്നാലൊരു രീതിയിൽ ആ ദുആനെ അള്ളാഹു പരിഗണിക്കും. ഒന്നെന്താണ്, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നുകിൽ ആ ചോദിച്ച കാര്യം പെട്ടെന്ന് നൽകും. അല്ലെങ്കിൽ വഇമ്മ അൻ യദ്ഖിറഹു ലഹു യൗമൽ ഖിയാമ, ആ ദുആനെ ഖിയാമത്ത് നാളിലേക്ക് കൊണ്ട് അല്ലാഹു മാറ്റിവെക്കും. ഇല്ലെങ്കിൽ വഅൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹു, അവന് വരാനിരിക്കുന്ന എന്തെങ്കിലും പ്രയാസകരമായ കാര്യങ്ങൾ, മുസീബത്തുകൾ ഈ ദുആയുടെ തോതനുസരിച്ച് അല്ലാഹു നീക്കിത്തരും. ഈ മൂന്നാലൊരു കാര്യത്തിൽ അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തെ ആ ഒരു സമയത്തുള്ള ദുആക്ക് ഈ മൂന്നാലൊരു നിബന്ധന ഇല്ല. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് അല്ലാഹു നൽകും, ആ സമയത്തിനോട് യോജിച്ചാൽ. അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ യൗമൽ ജുമുഅ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞു.
അതിനിടയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫീഹി സാഅത്തുൻ, ആ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി. ആ സമയത്ത് ഒരാൾ നിസ്കരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു, ആ നിസ്കരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹുവിനോട് അവൻ ചോദിച്ചാൽ അതിന് അല്ലാഹു ഉത്തരം നൽകുക ഉറപ്പാണ്. വഅശാറ ബിയദിഹി യുഖല്ലിലുഹാ, റസൂൽ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ആ സമയം വളരെ ചുരുങ്ങിയ സമയമാണ്, ദീർഘമായ സമയമല്ല, വളരെ ചുരുങ്ങിയ സമയമാണ്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യൗമുൽ ജുമുഅത്തി 12 യുരീദു സാഅതൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ഒരു വിശദീകരണം കൂടിയാണ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഹദീസ്. വെള്ളിയാഴ്ച ദിവസം 12 മണിക്കൂറാണ്, അഥവാ പകലിൽ മാത്രമാണ് ആ ശ്രേഷ്ഠത. 24 മണിക്കൂറിൽ 12 മണിക്കൂറാണ്, അത് ജുമയുടെ പകൽ മാത്രം. ലാ യൂജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജല്ല ശൈഅൻ ഇല്ലാ ആതാഹു അല്ലാഹു അസ്സ വജൽ. ആ സമയത്ത് അല്ലാഹുവിനോട് ഒരു മുസ്ലിം ചോദിച്ചാൽ അല്ലാഹു അതിന് ഉത്തരം നൽകും. എന്നിട്ട് പറയാണ് ഫൽതമിസുഹാ, ആ ഒരു സമയം ഏതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആഖിറ സഅത്തിൻ ബഅദൽ അസ്രി, അസ്റിന് ശേഷം, വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷം അവസാന സമയമാണ്, സൂര്യൻ അസ്തമിക്കാൻ അടുക്കുന്ന സമയമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസ്, അബൂ സലമത്ത റളിയല്ലാഹു അൻഹു അൻ അബ്ദുല്ലാഹി ബിൻ സലാം, അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന്റെ മുമ്പ് ഒരു യഹൂദി പണ്ഡിതനാണ്, ആലിമാണ്, യഹൂദിലെ അറിയപ്പെട്ട ആലിമാണ്, തൗറാത്തൊക്കെ ശരിയായ രീതിയിൽ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പറയാണ്, ഖുൽതു വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇന്നാ ലനജ്ദു ഫീ കിതാബില്ലാഹി ഫീ യൗമിൽ ജുമുഅത്തി സാഅത്തൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ യുസല്ലി യസ്അലുല്ലാഹ ഫീഹാ ശൈഅൻ ഇല്ലാ ഖലാലഹു ഹാജതഹു. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, അല്ലാഹുവിന്റെ കിതാബിൽ നമ്മൾ കണ്ടു. ആ കിതാബ് ഏതാ? തൗറാത്തിലുണ്ട്. അപ്പൊ തൗറാത്തിൽ നമ്മൾ കണ്ടു, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് അല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചാൽ അല്ലാഹു ആ ആവശ്യം നിറവേറ്റി കൊടുക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയം വളരെ കുറച്ചാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യു സഅത്തിൻ ഹിയ? അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏതാണ് ആ ദിവസം? അപ്പൊ റസൂൽ പറഞ്ഞു, ആഖിറു സഅത്തിൻ നഹാരി, പകലിന്റെ അവസാന സമയമാണ്. അപ്പം അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കാൻ അടുക്കുമ്പോഴുള്ള സമയമാണ് അത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രത്യേകം പരിഗണിച്ച് ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, മുമ്പത്തെ ഹദീസിൽ എന്തുണ്ട്? ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്തുണ്ട്? വഹുവ ഖായിമുൻ യുസല്ലി, അവൻ നിസ്കരിക്കുന്ന അവസ്ഥയിൽ ചോദിക്കണം. അപ്പൊ റസൂൽ ഈ ഹദീസിൽ എന്ത് പറഞ്ഞു? ആഖിറു സഅത്തിൻ നഹാർ, പകലിന്റെ അവസാന സമയമാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു, ഇന്നഹാ ലൈസത് സഅത്തസ് സലാ, അല്ലാഹുവിന്റെ റസൂലേ, ആ സമയം നിസ്കരിക്കാൻ പറ്റിയ സമയമല്ലല്ലോ, ആ സമയത്ത് നിസ്കാരമില്ലല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, അതെ, ആ സമയത്ത് നിസ്കാരമില്ല, പക്ഷേ ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ സല്ല, ഒരു മുസ്ലിമായ ഒരാള് നിസ്കരിക്കുകയും സുമ്മ ജലസ ലാ യഹ്ബിസുഹു ഇല്ല സലാ, പിന്നെ അടുത്തൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്താൽ, അവനായി ഇരിക്കുന്നത് അടുത്ത നിസ്കാരത്തിന് വേണ്ടിയാണ്, ഫഹുവ ഫീ സലാത്തിൻ, അവൻ എന്താണ്? അവൻ നിസ്കാരത്തിലായവനെ പോലെയാണ്. അപ്പൊ ആ സംശയം തീർന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിശദീകരിക്കണം അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ ചോദ്യത്തിന്? ആ സമയത്ത് നിസ്കാരമില്ല, മറിച്ച് ഒരാൾ മഗ്‌രിബ് നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കാൻ, ആ ഇരിക്കുന്നത് മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ്, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഅന്നഹു ഫിസ്സലാം, ഓനാരെ പോലെയാണ്? ഓൻ നിസ്കരിക്കുന്നവനെ പോലെയാണ്. അപ്പൊ ആ സമയത്ത് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം നിറവേറ്റും. സഈദ് ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അന്ന നാസം മിന സഹാബത്ത്, അദ്ദേഹം താബിയാണ്,
സഹാബാക്കളിൽപ്പെട്ട ഒരു വിഭാഗം സഹാബാക്കള് ഇജ്തമഉ ഫതദാകറു സഅത്തൽ ജുമുഅ, സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഈ സമയത്തെ സംബന്ധിച്ച് അവർ സംസാരിച്ചു. ആ സംസാരത്തിന് ശേഷം അവരൊക്കെ എന്ത് ചെയ്തു? അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞുപോയി. ഫലം യഖ്തലിഫു അന്നഹ ആഖിറു സഅത്തിൻ മിൻ യൗമിൽ ജുമുഅ, അവരാരും ആ ദിവസം ആ സമയം പകലിന്റെ അവസാന സമയമാണ് എന്നതിൽ അവരാരും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. അപ്പോൾ സഹാബാക്കളുടെ ഇജ്മാവും അതിലുണ്ട്. നമുക്ക് പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ നോക്കിയാൽ കാണാം, പല അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് കാണാം. ഇമാമ് മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ജുമാ ബാങ്ക് കൊടുത്തിട്ട് അസ്ർ നിസ്കാരം വരെ, അങ്ങനെ കുറേ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്. വളരെ ചുരുക്കി ഹദീസ്, സഹീഹായ ഹദീസിൽ മാത്രമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യം വ്യക്തമാണ്. അസ്റിന്റെ അവസാന സമയത്താണ് ആ സമയം. ഇനി ഇമാമ് മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ എന്നുള്ളൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്താണ്? ലഈഫാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ ആ ഹദീസ് ലഈഫാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അസ്റിന് ശേഷമുള്ള അവസാന സമയമാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം. അടുത്തൊരു ഫള്, വെള്ളിയാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേക സുന്നത്താണ്. എല്ലാ ദിവസവും അല്ലാഹുവിന്റെ പേരിൽ സ്വലാത്ത് പറയണം, റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയണം. റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. അത് റസൂലിനോടുള്ള അനാദരവാണ്, ഹക്ക് പൂർത്തീകരിക്കാത്ത അവസ്ഥകൾ. റസൂലിനോടുള്ള ഹക്ക് പൂർത്തീകരിക്കുന്നതിൽ പെട്ടതാണ് എല്ലാ ദിവസവും അല്ലാഹു റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയുക. പ്രത്യേകിച്ച് അത് അധികരിപ്പിക്കാൻ റസൂൽ കൽപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ഔസ് ബിൻ അബി ഔസ് റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ ഏറ്റവും ഫضലുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഖുബില, വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹിസ്സലാം വഫാത്തായത്. വഫീഹി നഫ്ഖ, വെള്ളിയാഴ്ച ദിവസമാണ് ഇസ്രാഫീൽ മലക്ക് കാഹളത്തിൽ ഊതൽ. വഫീഹി സഅഖ, ആ വെള്ളിയാഴ്ച ദിവസമാണ് ഖിയാമത്ത് നാൾ ആരംഭിക്കുക. എല്ലാവരും മരിച്ചു വീണ് ഖിയാമത്ത് നാൾ ആരംഭിക്കുക. ഫഅക്തിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അഥവാ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മലക്ക്, അല്ലാഹു മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ റസൂലിന്റെ അടുക്കൽ പോയി നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലെ താങ്കളുടെ പേരിൽ ഇന്നാളുടെ മകൻ ഇന്നാളും സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വകൈഫ തുഅറദു അലൈക സ്വലാത്തുനാ വഖദ് അലിംത, അല്ലാഹുവിന്റെ റസൂലെ താങ്കളും മരിച്ച് മണ്ണായി നുരുമ്പിപ്പോയാൽ, മണ്ണായി കഴിഞ്ഞാൽ നമ്മുടെ സ്വലാത്ത് താങ്കൾക്ക് എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്, കാണിക്കപ്പെടുന്നത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കന്മാരുടെ ശരീരം ഭൂമി തിന്നുന്നതിൽ നിന്നും ഭൂമിക്ക് അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അംബിയാക്കന്മാരുടെ ശരീരം എന്താക്കൂല, മണ്ണിൽ നുരുമ്പിപ്പോവില്ല. ഔലിയാക്കന്മാരുടെയും ശരീരം മണ്ണിൽ നുരുമ്പിപ്പോവില്ല, അത് ബാക്കിയാവും, ഒന്നും ആകൂല. ചില സഹാബാക്കളത് അങ്ങനെ ബാക്കിയാതായിട്ട് നമുക്ക് സഹീഹായ ഹദീസിലൂടെ കാണാൻ കഴിയും. സഹാബാക്കളായ വലിയ ഔലിയാക്കന്മാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെയും ചില സാലിഹ്യങ്ങളായ ആൾക്കാരുടെയും ശരീരം മണ്ണ് തിന്നാതെ ബാക്കിയാവും. പിന്നെ ധാരാളം ഹദീസുകൾ വെള്ളിയാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞാൽ മതിയായതാണ്. പിന്നുള്ളതാണ്
സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച ദിവസം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ, അവന്റെ മുമ്പിൽ ഒരു പ്രകാശം ഉണ്ടാവും അടുത്ത ജുമുഅ വരെ. മറ്റൊരു ഹദീസിൽ അളാഅ ലഹു മിനൻ നൂരി ഫീമാ ബൈനഹു വബൈനൽ അതീഖ്, അവന്റെയും കഅബയുടെയും ഇടയിൽ ഒരു പ്രകാശം ഉണ്ടാവും അടുത്ത ജുമുഅ വരെ. അപ്പൊ അടുത്ത ജുമുഅക്ക് ഓതിയാൽ ആ പ്രകാശം പിന്നെയും തുടരും. പിന്നെ സൂറത്തുൽ കഹ്ഫിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനൽ ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അത് സംരക്ഷണം നൽകും. നിങ്ങൾ ആരെങ്കിലും ദജ്ജാൽ വന്നിട്ടുണ്ടെന്ന് വിവരം കിട്ടിയാൽ അവന്റെ മുമ്പിൽ ചെന്ന് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം, അത് നിങ്ങൾക്കുള്ള സംരക്ഷണമാണ് എന്നൊക്കെ ഹദീസിൽ, സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം ഫജ്ർ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ജുമുഅത്തി ഫീ സ്വലാത്തിൽ ഫജ്ർ അലിഫ് ലാം മീം തൻസീലുസ് സജദ, അലിഫ് ലാം മീം സജദ റസൂൽ ഓതുമായിരുന്നു. വഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹ്രി, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദഹ്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമായിരുന്നു. പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സൂറത്ത് പൂർണ്ണമായി ഓതണം, എന്നാൽ ആ സുന്നത്ത് കരസ്ഥമാവും. പകുതി ഓതിയാലെന്നില്ല, ആ സുന്നത്ത് കരസ്ഥമാവുകയില്ല. ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം സജദ പൂർണ്ണമായിട്ടും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദഹ്ർ പൂർണ്ണമായിട്ടും ഓതണം. രണ്ടാമത്തത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ സ്വലാത്തിൽ ഫജ്ർ കാന യഖറഉ ഫീ സ്വലാത്തിൽ ഫജ്ർ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ അലിഫ് ലാം മീം സജദയും സൂറത്തുൽ ദഹ്റും ഓതുമായിരുന്നു. വകാന യഖറഉ ഫീ സ്വലാത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് സൂറത്തുൽ ജുമുഅ വൽ മുനാഫിഖീൻ, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖീൻ അല്ലാഹു റസൂൽ ഓതുമായിരുന്നു. അതും അതിന്റെ അവസാന ഭാഗം ഓതിയാലെത്തൂല, ആ സുന്നത്ത് കിട്ടൂല. സൂറത്ത് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ഓതണം. പിന്നെ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഫ്ളലസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തുസ് സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ ജമാഅത്തി, ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ്? ഷഹാദത്തിന് ശേഷം നിസ്കാരം, 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത് വെള്ളിയാഴ്ച ദിവസത്തെ ഫജ്ർ നിസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിക്കലാണ്. അല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. പിന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഖതീബ് മഅ്മൂമികളോട് പ്രത്യേകം സദഖ ചെയ്യാൻ ആവശ്യപ്പെടലും, അന്ന് പ്രത്യേകം സദഖ ചെയ്യലും പ്രത്യേകം വന്നിട്ടുള്ളത്, പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജുമുഅയിൽ പങ്കെടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു ഫഖീറായ ഒരാൾ കടന്നു വന്നു. അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചത്. അദ്ദേഹത്തിന്റെ നഗ്നതയൊക്കെ ചില ഭാഗങ്ങളിൽ വെളിവാകുന്നുണ്ട്. ദാരിദ്ര്യം കാരണം ആ രീതിയിലുള്ള വസ്ത്രം ധരിച്ച ഒരാൾ കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്നൊരു സ്ഥലത്ത് ഇരുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിസ്കരിച്ചോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. റസൂൽ അദ്ദേഹത്തിന്റെ രൂപം കാണുന്നുണ്ട്. അദ്ദേഹം 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ റസൂൽ ആ സമയം കൂടിയിരുന്ന സഹാബാക്കളോട് സദഖ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? കുറെ വസ്ത്രങ്ങളും
എല്ലാ സാധനങ്ങളും ഇങ്ങനെ റസൂലിന്റെ സദസ്സ് ആ ഖുത്ബയിൽ എന്ത് ചെയ്തു, പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. അതിന് റസൂൽ എന്ത് ചെയ്തു, 2 വസ്ത്രങ്ങളെടുത്ത് ഇദ്ദേഹത്തിന് നൽകി. 2 വസ്ത്രങ്ങളെടുത്ത് ഇദ്ദേഹത്തിന് നൽകി. പിറ്റത്തെ ആഴ്ച റസൂൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ സഹാബി വന്നു. അന്ന് നല്ല വസ്ത്രത്തിലാണ് വന്നത്, നല്ല രൂപത്തിൽ. കാരണം കഴിഞ്ഞ ആഴ്ച 2 വസ്ത്രം കിട്ടിയല്ലോ. പള്ളിയിൽ വന്നു. ഖുത്ബക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് സദഖ നൽകാൻ പ്രേരിപ്പിച്ചു. നമ്മുടെ ഇസ്തിഷാദ് അവിടെയാണ്. ഖുത്ബയിൽ ഇമാം എന്ത് ചെയ്യണം, എല്ലാ ആഴ്ചയും ഖുത്ബയിൽ മുഅ്മിനീങ്ങളോട് സദഖ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അപ്പൊ ഈ ആഴ്ച റസൂൽ സദഖ ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ ഫഅൽഖ അഹദ തൗബൈഹി, ആ വന്ന വ്യക്തി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച 2 വസ്ത്രം കിട്ടിയല്ലോ, അതിലൊന്ന് സദഖയായിട്ട് നൽകി. ഖുത്ബ കഴിഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഅ ഹാദാ യൗമൽ ജുമുഅത്തി ബിഹൈഅത്തിൻ ബദ്ദ ഫഅമർതു الناس بالصدقه فألقوا ثيابا فأمرت له منها بثوبين. മറ്റു സഹാബാക്കൾ ആരും ശ്രദ്ധിച്ചില്ല, റസൂൽ മിമ്പറിൽ അത് ശ്രദ്ധിച്ചു. റസൂൽ പറഞ്ഞത്, ആ വ്യക്തി കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച 2 വസ്ത്രം ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഈ ആഴ്ച വന്നിട്ട് എന്ത് ചെയ്തു, അതിലൊരു വസ്ത്രം അദ്ദേഹം സദഖയായിട്ട് നൽകി. ثم جاء الآن فأمرت الناس بالصدقة. ഈ ആഴ്ചയും വന്നു, ഈ ആഴ്ചയും ഞാൻ സദഖ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിലൊരു വസ്ത്രം സദഖ നൽകി. പിന്നെ റസൂൽ പറയാണ്, ഫൻതഹറഹു വഖാല ഖുൽ തൗബക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒന്ന് വിരട്ടി, ഇത് പേടിപ്പിച്ചു. എന്നിട്ട് ആ വസ്ത്രം തിരിച്ചെടുക്കാൻ പറഞ്ഞു. കാരണം അത് സ്വന്തം ആവശ്യം പൂർത്തീകരിച്ചിട്ട് മതി എന്ത് സദഖ, വാജിബല്ലല്ലോ. അപ്പൊ റസൂൽ എന്ത് ചെയ്തു, ആ വസ്ത്രം തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടോ വന്ന വ്യക്തിയോ. ഇതാണ് സംഭവം. നമ്മളിവിടെ പറഞ്ഞ എന്തിനാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ച ദിവസവും മിമ്പറിൽ സഹാബാക്കളോട് സദഖ ചെയ്യാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സഹാബാക്കൾ അത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, മാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതൻ ഇല്ലാ അമറനാ ബിസ്സദഖ. റസൂൽ നമ്മളിൽ നടത്തിയ എല്ലാ ഖുത്ബയിലും സദഖ ചെയ്യാൻ അല്ലാഹു റസൂൽ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ അതെന്തല്ല, ഒരിക്കലും ആക്ഷേപിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. പള്ളിയിൽ വന്ന ഇമാമ് മഅ്മൂമിങ്ങളോട് സദഖ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. മറ്റൊരു ഫضل, ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മാത്രം ഫضലാട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലസൂഖൻ. സ്വർഗ്ഗത്തില് ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്ന, ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്ന ഒരു ചന്തയുണ്ട്. എല്ലാ ആൾക്കാരും അവിടെ ഒരുമിച്ച് കൂടും. യഅ്തൂനഹാ കുല്ല ജുമുഅ. വെള്ളിയാഴ്ച ദിവസമാണ് അവരവിടെ ഒരുമിച്ച് കൂടുക. ഫതഹുബ്ബു റീഹു ശമാലി ഫതഹ്തു ഫീ വുജൂഹിഹിം വസിയാബിഹിം. അപ്പം ഒരു കാറ്റടിക്കും. ആ കാറ്റ് അവരുടെ വസ്ത്രങ്ങളിലും അവരുടെ മുഖങ്ങളിലും പതിക്കും. ഫയസ്ദാദൂന ഹുസ്നൻ വജമാല. ആ കാറ്റിങ്ങനെ ശരീരത്തിൽ കൊള്ളുമ്പം അവരുടെ ഭംഗിയും അതൊക്കെ ഒന്നുകൂടി അധികരിക്കും. ഫയർജിഊന ഇലാ അഹ്ലീഹിം വഖദ് ഇസ്ദാദു ഹുസ്നൻ വജമാല. അങ്ങനെ ആ ചന്തയിലൊക്കെ ഒരുമിച്ച് കൂടി അവരെന്ത് ചെയ്യും, തിരിച്ച് കുടുംബങ്ങളിലേക്ക് പോകും. ആ പോകുന്ന സമയം ആ കുടുംബക്കാർ അവരോട് പറയും, വല്ലാഹി ലഖദ് ഇസ്തത്തും ബഅദനാ ഹുസ്നൻ വജമാല. നിങ്ങൾ പോയി വരുമ്പോഴേക്ക് നിങ്ങളുടെ ഭംഗി ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവർ തിരിച്ചും പറയും, വഅൻതും വല്ലാഹി ലഖദ് ഇസ്തത്തും ബഅദനാ ഹുസ്നൻ വജമാല. അപ്പൊ തിരിച്ച് അവരും പറയും, നിങ്ങളും നമ്മൾ വരുമ്പോഴേക്ക് ഭംഗി കൂടിയിട്ടുണ്ട്. ജുമാ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ആ വെള്ളിയാഴ്ച ദിവസമാണ് സ്വർഗത്തിലെ ആൾക്കാർക്ക് ഭംഗി കൂടലും ഹുസ്നും ജമാലും എല്ലാ രൂപത്തിലും ഭംഗി കൂടലും വെള്ളിയാഴ്ച ദിവസമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിന് മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ജുമുഅ നിസ്കാരത്തിന്റെ ഫളലുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബത്തി സുമ്മ റാഹ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം നല്ല രീതിയിൽ കുളിച്ചാൽ, റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞു ഗുസ്ലൽ ജനാബ. നമുക്കറിയാം നൂസറമല്ലോ, മുജ്സിയാകുന്നത് മുക്കമ്മിലാകുന്നത്. കുളി ശരീരം മുഴുവൻ പറഞ്ഞ കുളിയായി.
പക്ഷെ ജനാപത്ത് കുളി കുറെ പ്രത്യേക മുക്കമ്മലാത്തുകളുണ്ട്. ശരിയായ രീതിയിൽ കുളിക്കാം, തേച്ചൊരച്ച് കുളിക്കാം. അങ്ങനെ ആ ജനാപത്തിൽ കുളിക്കുന്നത് പോലെ ഒരാൾ ശരിയായ രീതിയിൽ കുളിച്ച് പിന്നെ പെട്ടെന്ന് പള്ളിയിലേക്ക് പോയാൽ ഒരു ഒട്ടകത്തെ അറുത്ത് സദഖ ചെയ്ത പ്രതിഫലമാണവർ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് പോയ മറ്റൊരാൾ അതൊരു പശുവിനെ അറുത്ത് സദഖ ചെയ്ത പ്രതിഫലം. അതിനുശേഷം പോയ ഒരാള് ഒരു നല്ല കൊമ്പുള്ള നല്ലൊരാടിനെ അറുത്ത് സദഖ ചെയ്ത പ്രതിഫലമാണ്. അതിനുശേഷം പോയ ഒരാള് കോഴിയെ അറുത്ത് സദഖ ചെയ്ത പ്രതിഫലം. അതിനുശേഷം പോയ ഒരാള് ഒരു കോഴിമുട്ട അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത പ്രതിഫലമാണ്. ഇമാമ് പള്ളിയിലേക്ക് വന്നാൽ, അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇമാം എന്ത് ചെയ്യാൻ പാടില്ല, മഅ്മൂമികളുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ പാടില്ല. സമയമാകുമ്പോൾ കടന്നു വരണം. അപ്പൊ ഫഇദാ ഖറജൽ ഇമാമു പള്ളിയിലേക്ക് വന്നാൽ ഹളറത്തിൽ മലായികതു യസ്തമിഊന അദ്ദിക്റ, മലക്കുകൾ എന്ത് ചെയ്യും, ആ സദസ്സിലേക്ക് കയറിയിരിക്കും. ഇമാമിന്റെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാൻ മലക്കുകൾ ആ സദസ്സിലുണ്ടാവും. പിന്നെന്തില്ല, അതിനുശേഷം വരുന്ന ആൾക്കാർ മലക്കുകളുടെ രേഖയിൽ ഉണ്ടാകൂല. മറ്റൊരു ഹദീസ് റസൂൽ പറയാണ്, ഇദാ കാന യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമായാൽ വഖഫത്തിൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, മലക്കുകൾ പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കും. രാവിലെ മുതൽ തന്നെ നിൽക്കും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, പള്ളിയിൽ ആദ്യമായി വരുന്ന ആൾക്കാരുടെ പേരുകൾ മലക്കൾ രേഖപ്പെടുത്തും. വമസലുൽ മുഹജ്ജിരി കമസലിൽ ലദീ യുഹ്ദി ബദനതൻ, മുഹജ്ജിർ തഹ്ജീർ പെട്ടെന്ന് വരിക. അപ്പോൾ പള്ളിയിൽ നേരത്തെ വരുന്ന ആൾക്കാർക്ക് ഒരു ഒട്ടകത്തെ അറുത്ത പ്രതിഫലം രേഖപ്പെടുത്തും. പിന്നെ വരുന്നവർക്ക് പശു, പിന്നെ ആട്, പിന്നെ കോഴി, പിന്നെ മുട്ട. ഫഇദാ ഖറജൽ ഇമാമു, പിന്നെ ഇമാമ് വന്നാൽ, ഇമാമ് അവസാനം വരുന്നത് പള്ളിയിലേക്ക്, ഇമാമ് പള്ളിയിലേക്ക് വന്നാൽ തവൗ സുഹുഫഹും, അവരെന്ത് ചെയ്യും, മലക്കുകൾ അവരുടെ ആ കിതാബ് അടച്ചു വെക്കും, അത് പൂട്ടി വെക്കും. വയസ്തമിഊന ദിക്ർ, പിന്നെ അവരെന്ത് ചെയ്യും, പള്ളിയിലേക്ക് കയറിയിരിക്കും ഇമാമിന്റെ ഖുതുബ കേൾക്കാൻ. അപ്പൊ അതിന് ശേഷം വരുന്ന ആൾക്കാർ എന്തുണ്ടാവില്ല, മലക്കുകളുടെ രേഖയിൽ ജുമ ഉണ്ടാവില്ല. അവർ ദുനിയാവിൽ അവരുടെ ദിമ്മത്തൊഴിവായി. ഇപ്പം ഇമാമു മിമ്പറിൽ കയറിയതിനു ശേഷം ജുമാക്ക് പള്ളിയിലേക്ക് വരുന്നവർ, അവരുടെ ജുമാ നിസ്കാരം സഹീഹാണ്, വീടിയിട്ടുണ്ട്. പക്ഷെ നാളെ ആഖിറത്തിൽ എന്തുണ്ടാവില്ല, ആ ജുമാ നിസ്കാരം രേഖപ്പെടുത്തതായി കാണാൻ കഴിയില്ല. അത് നഷ്ടമാണ്, ആഖിറത്തിൽ നഷ്ടമായിരിക്കും. പക്ഷെ ദുനിയാവിൽ നിന്നുണ്ട് പോലെ ദിമ്മത്ത് പോലെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ഇനി ജുമാ ദിവസം പള്ളിയിലേക്ക് നടന്നിട്ട് പോകലാണ് അഫ്ദൽ, ഏറ്റവും നല്ലത് നടന്നിട്ട് പോകലാണ്. അതിന് തെളിവായിട്ട് പറയുന്നത് ഹദ്ദസന അബായത്ത് ബിൻ റിഫാഅ ഖാല അദ്റകനി അബു അബ്സ് വഅന അദ്ഹബു ഇലൽ ജുമുഅ. അബായത്ത് ബിൻ റിഫാഅ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാം, ഞാൻ അബു അബ്സിനെ കണ്ടു. അബു അബ്സ് സഹാബിയാണ്. ഞാൻ പള്ളിയിലേക്ക് നടന്നു പോകുന്ന സമയം ഞാൻ ആരെ കണ്ടു, അബു അബ്സിനെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അബു അബ്സ് എന്നോട് പറഞ്ഞു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖബറത് ഖദമാഹു ഫീ സബീലില്ലാഹി ഹറമഹുല്ലാഹു അലന്നാർ, ആരുടെയെങ്കിലും കാൽപാദം അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടാൽ ഹറമഹുല്ലാഹു അലന്നാർ, ആ ശരീരത്തിന് അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ ഹദീസിന്റെ ലഫ്സ് മാത്രം നോക്കിയാൽ ഫീ സബീലിൽ എന്നുള്ളതാണ്. പക്ഷെ സഹാബി എപ്പോഴാണ് പറഞ്ഞത്? അത് അദ്ദേഹം പള്ളിയിലേക്ക് ജുമാ ദിവസം പള്ളിയിലേക്ക് നടന്നു പോകുന്നത് കാണുമ്പോഴാണ് ആ പറഞ്ഞത്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം നടന്നിട്ട് പോവുക, അതിന് ആ പോകുന്ന പോക്കിലുള്ള പ്രയാസങ്ങൾ, അതൊക്കെ എന്തിനാണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊടിവിരളുന്നത് വലിയ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അടുത്തത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം റസൂൽ പറയാണ്, മനി ഇഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ച് വൃത്തിയായാൽ, വമസ്സ മിൻ തീബി ഇംറഅതിഹി ഇൻ കാന ലഹ, തൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് അത്തറുണ്ടെങ്കിൽ ആ സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്താൽ, വലബിസ മിൻ സാലിഹി സിയാബിഹി, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. വെള്ളിയാഴ്ച വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രത്യേക സുന്നത്തില്ല. വെള്ളിയാഴ്ചയുടെ പ്രത്യേക സുന്നത്തല്ല വെള്ള വസ്ത്രം. വെള്ള വസ്ത്രം മൊത്തത്തിൽ സുന്നത്താണ്. മൊത്തത്തിൽ അഫ്ദൽ സിയാബിക്കും അൽ ബയാദ്, അല്ലെ, മൊത്തത്തിലാണ്. എല്ലാ ദിവസവും എപ്പോഴും വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച ദിവസം മാത്രം വെള്ള വസ്ത്രം എന്നില്ല റസൂൽ പ്രത്യേകം സുന്നത്താക്കിയിട്ടില്ല. മറിച്ച് റസൂൽ എന്ന് പറഞ്ഞാൽ മിൻ സാലിഹി സിയാബിഹി, അവന്റെ അടുക്കൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ഇടുക. പിന്നെ പള്ളിയിൽ വന്നിട്ടാണ് ജനങ്ങളെ ഉപദ്രവിക്കാതെ, അവരുടെ ഷോൾഡറിലെ കാലുകൾ എടുത്തു വെക്കാതെ, ആർക്കും ഉപദ്രവമില്ലാതെ പള്ളിയിൽ പോയിരുന്നാൽ, വലം യൽഹു ഇൻദൽ മൗഇദ, വലം യൽഹു, ലഗ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാകുക. അശ്രദ്ധമാകല് എല്ലാ രീതിയിലും, എന്ത് ചെയ്യുക, ഉറങ്ങല്, അതുപോലെ തന്നെ കളിക്കല്, സംസാരിക്കല്, പരസ്പരം ഇഷാറകൾ കൊണ്ട് സംസാരിക്കല്, പിന്നെ മണ്ണ് കൊണ്ട് കളിക്കല്, പായിനെ കൊണ്ട് കളിക്കല്, നഖം കൊണ്ട്. അപ്പോൾ മൗഇദത്തിന്റെ സമയം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുക അശ്രദ്ധമായി ഇരുന്നാൽ, കാനത്ത്, അങ്ങനെ ഇരിക്കാതെ അശ്രദ്ധമാകാതിരുന്നാൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അശ്രദ്ധമാകാതെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, കാനത്ത് കഫാറത്തൻ ലിമാ ബൈനഹുമാ, രണ്ട് ജുമുഅക്കിടയിലുള്ള എല്ലാ ചെറുപാപങ്ങളും മാപ്പാക്കാൻ ആ ഒരു ജുമുഅ മതിയാകുന്നു. ഇനി വമൻ ലഗ, ആരെങ്കിലും അശ്രദ്ധമായ, വതഖത്താ റിഖാബൻ നാസി, ശ്രദ്ധിച്ചോ, വതഖത്താ റിഖാബൻ നാസ്, പള്ളിയിൽ വന്നിട്ട് ജനങ്ങളെ ഉപദ്രവിക്കും, രണ്ടാൾക്കാരെ പിടിച്ചു മാറ്റിട്ട് കാലെടുത്ത് വെച്ച് കയറി പോവുക, അങ്ങനെ ചെയ്താൽ കാനത്ത് ലഹു ദുഹുറൻ, അതെന്തായിട്ടാണ് പരിഗണിക്കുക? ദുഹുർ നിസ്കാരമായിട്ടാണ് പരിഗണിക്കുക. അല്ല ജുമുഅ ആയിട്ട് പരിഗണിക്കുക. അപ്പൊ ജുമുഅക്ക് ഖുതുബ ഓർമ്മന്നാണോ? അവന്റെ രേഖയിൽ എന്തുണ്ടാവില്ല? ജുമുഅ ഉണ്ടാവില്ല, ദുഹുർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആഖിറത്തിൽ നോക്കുമ്പോൾ എല്ലാ ജുമുഅയിലും പങ്കെടുത്തിട്ടുണ്ട്, മുമ്പ് പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ആഖിറത്തിൽ നോക്കുമ്പോൾ എന്തില്ല, ജുമുഅ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ദുഹുറായിരുന്നു. അപ്പൊ ഈ ഉറങ്ങുന്നതൊന്നും എന്തല്ല, നിസ്സാര കളിക്കാൻ ചിരിക്കാനുള്ള കാര്യമല്ല ഖുതുബ. ശ്രദ്ധിച്ച് കേൾക്കണം, അതൊരു ഇബാദത്താണ്. സാധാരണ പോലത്തെ ഇങ്ങനത്തെ ക്ലാസ്സോ നസീഹത്തോ അല്ല ഖുതുബ. അതെന്താണ്? ഒരു ഇബാദത്താണ്. അതിലെന്ത് ചെയ്യണം? ഇമാമിനെ ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റൊരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, മൻ ഇഗ്തസല സുമ്മ അതൽ ജുമുഅ, ആരെങ്കിലും വൃത്തിയായി കുളിച്ച് പള്ളിയിലേക്ക് വന്നു, ജുമുഅക്ക് വേണ്ടി വന്നു, ഫസല്ല മാ ഖുദ്ദിറ ലഹു, ആ ഒരു വാക്കാണ് നമുക്ക് തെളിവുന്നത്. ജുമുഅയുടെ മുമ്പ് എത്രയും റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാം. ഒരാൾ പള്ളിയിൽ വന്നത് മുതൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെ എന്ത് ചെയ്യാം? ജുമുഅയുടെ മുമ്പുള്ള റവാത്തിബ് നിസ്കരിക്കാം. അതാണ് ഫസല്ല മാ ഖുദ്ദിറ ലഹു, അള്ളാഹു അവനെ തീരുമാനിച്ച അത്ര റക്അത്ത് എന്ത് ചെയ്തു? അവൻ നിസ്കരിക്കുകയും ചെയ്താൽ, സുമ്മ അൻസത, പിന്നെ മൗനം പാലിച്ചു, ഹത്താ യഫ്റുഗ മിൻ ഖുതുബതിഹി, ഇമാമ് ഖുതുബയിൽ വിരമിക്കുന്നത് വരെ മൗനം പാലിച്ചു. സുമ്മ യുസല്ലി മഅഹു, എന്നിട്ട് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയും ചെയ്തു. ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റ വഫദ്ലു സലാസതി അയ്യാം, ആ ജുമുഅയുടെയും അടുത്തൊരു ജുമുഅയുടെയും ഇടയിലുള്ള എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുക്കും. അതിന്റെ കൂടെ 3 ദിവസം അധികം. അപ്പൊ എത്ര ദിവസമായി? 10 ദിവസം. 10 ദിവസത്തെ എല്ലാ ചെറുപാപങ്ങളും മാപ്പാക്കപ്പെടും. വൻപാപങ്ങൾ തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. മറ്റൊരു ഹദീസ്, മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ചാൽ, വെള്ളിയാഴ്ചത്തെ ദിവസത്തെ കുളി സാധാരണ കുളിയല്ല കേട്ടോ, അത് വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന് വേണ്ടി തന്നെ കുളിക്കണം, ആ നീയത്തിൽ തന്നെ കുളിക്കണം. സാധാരണ രാവിലെ എല്ലാ ദിവസവും കുളിക്കുന്ന ഒരാൾ അതേപോലെ കുളിച്ചാൽ എന്നില്ല, വെള്ളിയാഴ്ച കുളി ആവൂല. കാരണം ഈ പറയപ്പെട്ട ഹദീസുകളിലൊക്കെ എന്തുണ്ട്? റസൂൽ കുളിയെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി പ്രത്യേകമായൊരു കുളിയുണ്ട്. സാധാരണ ശീലം പോലെ എല്ലാ ദിവസവും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ രാവിലെ കുളിച്ച് ആ കുളി ആവൂല, വെള്ളിയാഴ്ച ദിവസത്തെ കുളി ആ നീയത്തിൽ തന്നെ കുളിക്കണം.
അങ്ങനെ ഒരാൾ കുളിച്ചാൽ വസ്താക മിസ്വാക്ക് ചെയ്യുകയും ചെയ്തു, വായ ശുദ്ധിയാക്കുകയും ചെയ്തു. അവന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചു. മറ്റൊരാൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചു. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്നിട്ട് ജനങ്ങളുടെ ഷോൾഡറുള്ള കാലെടുത്ത് വെച്ച് അവരെ ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെന്ത് ചെയ്തു? അള്ളാഹു ഉദ്ദേശിച്ചത്ര നിസ്കരിക്കുകയും ചെയ്തു. പിന്നെ ഇമാം വരുന്നത് വരെ മൗനം പാലിച്ച് മിണ്ടാതിരുന്നു. അങ്ങനെ ഇമാം വന്ന് ഖുതുബയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ സംസാരിച്ചിട്ടില്ല. ചെറിയൊരു സംസാരം പോലെയും ജുമാന്റെ ഫദ്ൽ ഇല്ലാതാക്കും. അങ്ങനെ പൂർണ്ണമായി മൗനം പാലിച്ചിരുന്നാൽ കാനത് കഫാറത്തൻ ലിമാ ബൈനഹാ വബൈനൽ ജുമുഅത്തി അല്ലതി ഖബ്ലഹാ, ആ ജുമുഅയും അതിന് മുമ്പുള്ള ജുമുഅയ്ക്കും ഇടയിലുള്ള എല്ലാ ചെറുപാപങ്ങൾക്കും അത് മാപ്പാക്കാൻ കാരണമാണ്. അതിൻ്റെ കൂടെ 3 ദിവസവും. മറ്റൊരു ഹദീസ് റസൂൽ പറയാണ്, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കും. വയതതഹറു മസ്തതാഅ മിൻ തുഹ്രി, വയതതഹറു മസ്തതാഅ മിൻ തുഹ്രി, ഓന്റെ കഴിവിന്റെ പരമാവധി ശരീരം വൃത്തിയാക്കുന്നു, ശുദ്ധിയാക്കുന്നു. വെറും കുളിയല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധിയാക്കണം. വയദ്ദഹിനു മിൻ ദുഹ്നിഹി, ഓന്റെ അടുക്കലുള്ള എന്താ നെയ് വെളിച്ചെണ്ണ തലക്ക് തേച്ചു. ഔ യമസ്സു മിൻ തീബി ബൈതിഹി, വീട്ടിലുള്ള സുഗന്ധം ഉപയോഗിച്ചു. ثم يخرج فلا يفرق بين اثنين, പിന്നെ പള്ളിയിൽ പോയി 2 ആൾക്കാർ ഇങ്ങനെ മാറ്റിയിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നിട്ടില്ല, ആർക്കും ഉപദ്രവമില്ലാതെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. ثم يصلي ما كتب له, പിന്നെ അല്ലാഹു നിശ്ചയിച്ചത്ര നിസ്കരിച്ചു. ثم ينصت اذا تكلم الامام, പിന്നെ ഇമാം ഖുതുബ നിർവഹിക്കുമ്പോൾ മിണ്ടാതെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ, അവന്റെ ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടാൻ അത് കാരണമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വെറും നിസ്കരിച്ചാൽ മാത്രമല്ല ആ ഫദ്ലുള്ളത്. അഥവാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഫദ്ല് കിട്ടുള്ളൂ. ഒരാൾ കുളിക്കാണ്ട് വന്നാൽ ഫദ്ലില്ല, കുളിച്ചിട്ട് വന്നു സംസാരിച്ചാൽ ആ ഫദ്ലില്ല, ആ പാപങ്ങൾ മാപ്പാക്കണ ഏർപ്പെടലില്ല. ഇനി വന്നിരുന്നിട്ട് അടുത്തുള്ളവരെ ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിച്ച് അവിടെ കയറിയിരുന്നു, 2 ആൾക്കാർ ഇടയിൽ ചെറിയ സ്ഥലത്ത് കയറിയിരുന്നു, എന്നാലും ആ ഫദ്ലില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പൂർണ്ണമായി പാലിച്ചാൽ മാത്രമാണ് ആ പറയപ്പെട്ട ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു ഹദീസ്, عن أوس بن أبي أوس قال سمعت النبي صلى الله عليه وسلم يقول من غسل يوم الجمعة واغتسل, 2 വാക്കാണ്, من غسل يوم الجمعة واغتسل. ഗസ്സല കൊണ്ടുള്ള ഉദ്ദേശം പല രീതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കൈകാലുകളും തലയും വൃത്തിക്ക് കഴുകുക, വഗ്തസല എന്നിട്ട് കുളിക്കുകയും ചെയ്യുക. റസൂൽ അങ്ങനെ 2 വാക്കായിട്ട് എടുത്തു പറഞ്ഞത് ആ കുളി അതിൻ്റെ പരിപൂർണ രൂപത്തിലാകാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ദിവസം കുളിക്കുന്നത് പോലെയല്ല വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കുളി. നഖവും കൈകാലുകളും അതൊക്കെ പ്രത്യേകം വൃത്തിയാക്കി, മറ്റുള്ള ശരീരഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി പ്രത്യേകം ഒരു കുളി. പെട്ടെന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോവുകയും ചെയ്താൽ, നേരത്തെ പോവുകയും ചെയ്താൽ, വമശ വലം യർകം, നടന്നിട്ടാണ് പോയത്, വാഹനത്തിലല്ല. വദനാ മിനൽ ഇമാമി, പള്ളിയിൽ ഇമാമിന്റെ അടുത്തിരുന്നു, ആദ്യത്തെ സഫുകളിലിരുന്നു. ഫസ്തമഅ വലം യൽഹു, ഇമാമിന്റെ ഖുത്ബ ശ്രദ്ധിച്ച് കേട്ടു, അശ്രദ്ധമായില്ല. അങ്ങനെ ചെയ്താൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സന, ഈ രീതിയിലാണ് ഒരാൾ ജുമുഅക്ക് പള്ളിയിൽ പോയി ആ നിസ്കാരം പൂർത്തീകരിക്കുന്നതെങ്കിൽ ഓന്റെ ഓരോ ചവിട്ടടിക്കും 1 വർഷം നന്മകൾ ചെയ്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. ഒറ്റ ചവിട്ടടി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് എത്ര ചവിട്ടടി ഉണ്ടാവും?
അപ്പൊ ഓരോ ചവിട്ടടിക്കും ഒരു വർഷം അമൽ ചെയ്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തു. എന്തമല്? അജ്റു സിയാമിഹാ വ ഖിയാമിഹാ. ആ ദിവസം മുഴുവൻ നോമ്പ് നോറ്റ, ആ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലവും ഒരു വർഷം രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. അപ്പൊ ഈ വെള്ളിയാഴ്ച ജുമാക്ക് പോകുക എന്നുള്ളതല്ല, സാധാരണ ഒരു നിസ്കാരം പോലെയല്ല പോകേണ്ടത്. ഒരു മുഅ്മിൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിൽ ആ ഒരു വലിയ ഫദ്ലും മനസ്സിൽ കണ്ടു വേണം ജുമാക്ക് പുറപ്പെടാനും ആ ജുമായിൽ പങ്കെടുക്കാനും. ഇത്രയും കാര്യങ്ങളാണ് ജുമാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ അടുത്ത ദായം നമുക്ക് എന്ത് ചെയ്യാം, ജുമാന്റെ അഹ്കാമുകളും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള പല കാര്യങ്ങളും ഖുത്ബയുടെ രീതിയൊക്കെ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനന്തൂങ്ങുന്ന അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ടതുപോലെ ജീവിതത്തിൽ ജുമുഅ ദിവസത്തെ ശ്രദ്ധിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക